നമ്മൾ 4ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നുണ്ട്. ഡിഗ്രി കഴിഞ്ഞാലും ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് നമുക്ക് കോൺഫിഡൻസോടെ പറയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പലപ്പോഴും പല ആളുകളും നന്നായിട്ട് എഴുതുന്ന ആളുകൾക്ക് സംസാരിക്കാൻ സാധിക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഫ്ലോ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരു 60 മണിക്കൂർ, ഏറ്റവും മിനിമം 60 മണിക്കൂർ, പിന്നെ പ്രാക്ടീസ് വേണം. അത് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ആ ഒരു ഭാഷയിലുള്ള കോൺഫിഡൻസ് അടിപൊളിയായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നടത്തിയിട്ട് അതിനെ നമ്മൾ ബേസിക്, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് ഇങ്ങനെ 3 ലെവലായിട്ട് കാറ്റഗറൈസ് ചെയ്ത് അതിന് പറ്റിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ചുകളുണ്ട്. ഇവിടെ സ്പെഷ്യൽ ട്രെയിനേഴ്സ് ഉണ്ട്. നമസ്കാരം. ഭാഷയിലുള്ള എൻ്റെ പരിമിതി എൻ്റെ ലോകത്തെ പരിമിതപ്പെടുത്തുന്നു പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ കനേഡിയൻ എഴുത്തുകാരനായ സാമുവൽ ഗിബ്സൺ ആണ്. നമുക്ക് ഭാഷാ നൈപുണ്യമില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ മനസ്സിൽ പല ആശയങ്ങളും ഉണ്ടെങ്കിൽ അത് കൃത്യമായി പ്രകടിപ്പിക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കാനുമാവില്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ. ഇംഗ്ലീഷ് ഭാഷ നമുക്കായി തുറന്നിടുന്നത് ലോകത്തിന്റെ വാതായനങ്ങളാണ്. ഒരുപാട് വാതിലുകളും അവസരങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. മലയാളികളെ കൃത്യമായി ഇംഗ്ലീഷ് പറയാൻ പഠിപ്പിക്കും എന്ന വ്രതമെടുത്ത ഒരാളാണ് ഇന്നത്തെ നമ്മുടെ വാല്യൂ പ്ലസിന്റെ അതിഥി. ഒരു ഇംഗ്ലീഷ് റെവല്യൂഷൻ തന്നെ ഉണ്ടാക്കിയ സ്പീക്ക് ഈസിയുടെ CEO ആയ മസ്ദൂഖ് നിസാമി. വെൽക്കം ടു വാല്യൂ പ്ലസ്. ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കാനായി കേരളത്തിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ എത്തുന്ന ഒരു സ്ഥാപനമാണ് സ്പീക്ക് ഈസി. അതിനൊരു കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു കാരണം പറയാനുണ്ടാവുമോ? അതിനെ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ആൻസർ ഉണ്ട്. മാപ്പ് ആർ എന്നാണ് അതിനെക്കുറിച്ച് പറയാം. അതായത് ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് സ്പീക്ക് ഈസി ഒരുപാട് ആളുകൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് മാറുന്നത്. അതിൽ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ്. ഞാൻ പറഞ്ഞല്ലോ, കോഡിലൂടെയുള്ള മെത്തേഡാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത് എ മീൻസ് ആപ്പാണ്. സ്പീക്ക് ഈസി ക്ലാസ്സുകളെല്ലാം കൊടുക്കുന്നത് വാട്സപ്പിലൂടെയല്ല, മറിച്ച് മൊബൈൽ ആപ്പിലൂടെയാണ്. അപ്പോൾ റിയൽ ക്ലാസ്സിൻ്റെ ഫീലിംഗ് അവർക്ക് അവിടെ കിട്ടും. മൂന്നാമത്തത് പി മീൻസ് അവർക്ക് ഇതിൻ്റെ കൂടെ ഒരു പേഴ്സണൽ ട്രെയിനറെ കിട്ടുന്നു എന്നുള്ളതാണ്. പേഴ്സണൽ ട്രെയിനർ ആവുന്ന സമയത്ത് അവർക്ക് ക്ലാസ് ആപ്പിലൂടെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. പിന്നെ നാലാമത്തത് ആറാണ്. അതായത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരാൾ പഠിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ 100% റീഫണ്ട്. ദാറ്റ് ഈസ് മാപ്പ് ആർ. ഇതാണ് ഞങ്ങളുടെ ആ ഒരു റിസൾട്ടിൻ്റെ ആ സക്സസിൻ്റെ സീക്രട്ടായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസ് ഉണ്ടായിരുന്നു. പ്രകാശ് കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചടിച്ച പുസ്തക രൂപത്തിൽ വരും. പക്ഷെ ഇത് വളരെ ബോറിംഗ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ആലോചിക്കുമ്പോൾ അസിം പ്രേംജി ഒരിക്കൽ EK നായനാരെ കണ്ടുമുട്ടി. അപ്പം EK നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പം അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഞങ്ങളുടെ കുട്ടികൾ എന്ത് മിടുക്കരാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ അവരെ ജോലിക്ക് എടുക്കുന്നില്ല? അദ്ദേഹം തിരികെ എത്തി എക്സിക്യൂട്ടീവുകളെയൊക്കെ വെച്ച് ഒരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡിയുടെ റിസൾട്ട് നയനാരെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ 2 കാര്യമാണ്. ഒന്ന്, നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറവാണ്. കേരളത്തിൽ നല്ല വിദ്യാഭ്യാസമുള്ളവർ. 2, അവർ ടീം ലീഡേഴ്സ് അല്ല. അപ്പൊ ഇവിടെ ഒന്നാമത്തെ പ്രോബ്ലമാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നല്ല വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും ശരിയായ ഇംഗ്ലീഷ് ആശയവിനിമയം സാധ്യമാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വെറൈറ്റി രീതിയിൽ കോഡുകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം എന്നൊരു സയന്റിഫിക് മെത്തേഡ് എന്ന രീതിയിൽ നിങ്ങൾ വരുന്നത്. ഇങ്ങനെ എന്താ ഈ കോഡുകളിലൂടെ? കാരണം ഞാനൊക്കെ ഇംഗ്ലീഷ് പഠിച്ച് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് സംസാരിക്കാൻ പഠിച്ചത്. ഇംഗ്ലീഷ് പഠിക്കാൻ ഇന്ന് നമുക്ക് 2 മെത്തേഡുകൾ അവൈലബിൾ ആണ്. അതിലൊന്ന് നമ്മളൊക്കെ കണ്ടുവന്ന, അല്ലെങ്കിൽ മേഡപ്പ് പറഞ്ഞ ഈ ഒരു പ്രതിസന്ധിയുടെ ഒക്കെ കാരണം ഈ ഒന്നാമത്തെ മെത്തേഡാണ്. ഈ ഗ്രാമറെല്ലാം കാണാപ്പാഠം പഠിച്ച് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അല്ലേ? നമ്മൾ 4ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നുണ്ട്. ഡിഗ്രി കഴിഞ്ഞാലും ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് നമുക്ക് കോൺഫിഡൻസോടെ പറയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനെങ്ങനെ സൊല്യൂഷൻ കാണാമെന്നുള്ള ചിന്തയിൽ നിന്നാണ് സ്പീക്ക് ഈസി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു കോഡ് ബേസ്ഡ് ലാംഗ്വേജ് അക്വിസിഷൻ. അതായത് 20 രസകരമായ കോഡുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും ഈസിനെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാധാരണ സിസ്റ്റത്തിലുണ്ടാകുന്ന നമ്മൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഇംഗ്ലീഷിൽ ഗ്രാമറും പഠിച്ചിരിക്കും. ഇവിടെ നമുക്കൊരു 20% സമയം മാത്രമേ എന്തിനാവശ്യമുള്ളൂ, ഈ കോൺസെപ്റ്റ് പഠിക്കാൻ ആവശ്യമുള്ളൂ. ബാക്കി 80% സമയം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസ് ഇല്ല എന്നതാണ്. കംപ്ലീറ്റ് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തിയറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊഴിവാക്കിയിട്ട് കോൺസെപ്റ്റുകൾ വളരെ ഈസി ആയിട്ട് കോഡിലൂടെ പഠിപ്പിക്കുന്നു. ബാക്കി സമയം നമ്മൾ മൊത്തം എന്ത് ചെയ്യുന്നു? പ്രാക്ടീസ് ചെയ്യുന്നു. അതാണ് ഈ ഒരു കോഡ് ബേസ്ഡ് മെത്തേഡിൻ്റെ
ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ 5ാം ക്ലാസ് ആദ്യം നമ്മൾ അക്ഷരമാല അതെ പഠിക്കുന്നു, അതെ അതിനുശേഷം ഓരോ വാക്കുകൾ പഠിക്കുന്നു. അപ്പൊ അവിടെ വരെയൊക്കെ നമുക്ക് നല്ല എക്സൈറ്റ്മെന്റാ. അതിനുശേഷമാണ് നമ്മൾ ഈ ഗ്രാമറുമായിട്ട് ഒരു പിടിവലി നടത്തുന്നത്. അതായത് ഡസ്, ഡു പ്ലസ് ഇത്, അപ്പോൾ സിംഗുലറിന്റെ കൂടെ എസ് ചേർക്കണം, പ്ലൂറലിന്റെ കൂടെ എസ് ചേർക്കണ്ട. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഈ കാണാതെ പഠിക്കുന്നതല്ലാതെ സംസാര ഭാഷയിലേക്ക് അത് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പാടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കോഡുകളുമായിട്ട് നിങ്ങൾ വരുന്നത്. അതിൽ പ്രണയം എന്ന് പറയുന്ന കോഡുണ്ട്. പ്രണയം അപ്പൊ നമ്മുടെ ടെക്നിക്ക്, ദുശ്ശീല. അതെ, ചെറുപ്പക്കാർക്കൊക്കെ ഏറെ താല്പര്യം ഉണ്ടാവും ചിലപ്പം, എന്താണ് ഈ പ്രണയത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ അതായത് പറയുന്നത്. ഈ കോഡിന്റെ ഒരു സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിനെ എല്ലാ സമയത്തും വളരെ കോമിക് ആയിട്ടുള്ള കാര്യങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. കോമിക് ആയിട്ടുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ മറന്നു പോകില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കോഡുകൾക്ക് ഇത്തരത്തിലുള്ള വളരെ രസകരമായിട്ടുള്ള പേരുകൾ കൊടുത്തിരിക്കുന്നത്. പ്രണയം ടെക്നിക്ക്, ദുശ്ശീലം ടെക്നിക്ക്, ഡെഡ് ബോഡി ടെക്നിക്ക്. നമ്മൾ സിമ്പിൾ പാസ്റ്റിൻ്റെ പേരാണ് ഈ ഡെഡ് ബോഡി ടെക്നിക്ക് എന്നുള്ളത്. അതുപോലെ ഉണ്ടപ്പൻ ടെക്നിക്ക്, ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു 30% ഇതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാന സയൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിൻ അറിയാലോ, ബ്രെയിന് 2 ഭാഗമുണ്ട്, ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. ഈ ലെഫ്റ്റ് ബ്രെയിനെയാണ് നമ്മളിപ്പം ഈ കൺവെൻഷണൽ രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾ പലപ്പോഴും ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗ്രാമർ കുറേ കാണാപ്പാഠം പഠിക്കും, അത് പോയിട്ട് നമ്മുടെ ഈ ലോജിക്കൽ ബ്രെയിനിലായിരിക്കും റെക്കോർഡ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള രസകരമായിട്ടുള്ള കോഡുകൾ യൂസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് എല്ലാം പോയി റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് ബ്രെയിനിലാണ്. ഇപ്പം നമ്മൾക്ക് ഈ ടൂർ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അനുഭവങ്ങളൊന്നും മറക്കാറില്ലല്ലോ. കാരണം എന്തുകൊണ്ടാണ്? ഇത് വിഷ്വലായിട്ട് നമ്മുടെ റൈറ്റ് ബ്രെയിനിൽ റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പം സെയിം കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ സെയിം സയൻസാണ് ഈ കോഡിൻ്റെ ഇതിലും വർക്കാവുന്നത്. അപ്പോൾ ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള മോഡൽ ഓക്സിലറീസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതാണ് ഇതിലൂടെ കുറേ ഈ പ്രണയം ടെക്നിക്ക്, ശക്തിമാൻ ടെക്നിക്ക്, അതുപോലെ പഞ്ചസാര ടെക്നിക്ക്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ശരിക്കും ആ ഒരു ഇമോഷണൽ സ്റ്റിമുലേഷൻ പെട്ടെന്ന് കിട്ടും. കാരണം പഞ്ചസാര നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്തിനാണ്? മധുരം കൂട്ടാൻ വേണ്ടിയിട്ട്. അതേമാതിരി നമ്മൾ സെൻറ്റൻസ് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് സെൻറ്റൻസിന് ഒന്നും കൂടി പൊളൈറ്റ്നെസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ ആ തോട്ട് അവിടെ വരും. എന്ത് യൂസ് ചെയ്താൽ മതി? ഈ പഞ്ചസാര ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു ഇമോഷണലി നമുക്ക് പെട്ടെന്ന് അത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് കംപ്ലീറ്റ് കോഡുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കിത് പെട്ടെന്ന് കേൾക്കുമ്പോഴേ, ഈ ആപ്പിളിന്റെ വിഷൻ പ്രോ ഉണ്ടല്ലോ, വിഷൻ പ്രോയുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇമേഴ്സീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഈ വിഷൻ പ്രോ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു കുടുംബം വന്ന് ഹാപ്പി ബർത്ത്ഡേ പാടി കേക്ക് മുറിക്കുന്നു, ഊതുമ്പം ആ പുക നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള എൻവയോൺമെന്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് അത്രയും ഇമേഴ്സീവായിട്ട്, അല്ലെങ്കിൽ അത്രയും മുഴുകി പഠിപ്പിക്കുന്ന ഒരു രീതിയാണല്ലോ ഈ കോഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ അത്ര ചെറുപ്പമല്ലാത്തത് കൊണ്ടായിരിക്കും ഈ പ്രണയം ടെക്നിക്കിനേക്കാൾ കൂടുതൽ എനിക്ക് ഈ പറഞ്ഞ കൂട്ടത്തിൽ ഈ ഡെഡ് ബോഡി ടെക്നിക്ക് എന്താ? അതായത് നമുക്ക് ഈ ഈ സംഭവിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ പാസ്റ്റ് നടന്ന കാര്യങ്ങൾ എന്തു നമുക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ഡെഡ് ബോഡിയുമായിട്ട് കണക്ട് ചെയ്യും. അതായത് ഡെഡ് ബോഡി ടെക്നിക്ക് എന്ന് പറയുന്നത് ഡിഡിനെയാണ് നമ്മൾ ഡെഡ് ബോഡി ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ ഇന്നലെ ആ ഫംഗ്ഷന് പങ്കെടുത്തിരുന്നോ? അതൊരു പാസ്റ്റ് വിഷയമാണല്ലേ. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഡെഡ് ബോഡി എന്ന് പറഞ്ഞ ആ കോൺസെപ്റ്റ് അവിടെ വരുന്നു. ആ ഡിഡിനെ വളരെ പെട്ടെന്ന് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സാധാരണ മെത്തേഡിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഇത് പാസ്റ്റാണ്, പാസ്റ്റിൻ്റെ ഫോർമുലകൾ നമ്മൾ തിരഞ്ഞു പോകണം, WH ക്വസ്റ്റ്യൻ, ഓക്സിലറി, സബ്ജക്റ്റ്, ഇതുപോലുള്ള ഫോർമുല ആയിട്ടും വരാം. അതിന് പകരമായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇമോഷണൽ തോട്ടായിരിക്കും അവിടെ വരുന്നത്, ഡെഡ് ബോഡി എന്നുള്ളത്. അപ്പോൾ നേരെ ആ ഡിഡിനെ നമുക്ക് അവിടുന്ന് ഡീകോഡ് ചെയ്തെടുക്കാനും വളരെ പെട്ടെന്ന് തന്നെ ആ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ അവിടെ നടക്കുന്നു എന്നതാണ്. ഡിഡ് യു അറ്റൻഡ് ദാറ്റ് പ്രോഗ്രാം യെസ്റ്റർഡേ? വളരെ ഈസി ആയിട്ട് ചോദിക്കാൻ പറ്റും. അതായത് ഈ സംസാരം എന്ന് പറയുന്നത് അത് ശരിക്കും എന്തല്ല, ഒരു പ്രൊഡക്റ്റ് അല്ല, അതൊരു പ്രോസസ്സാണ്. അപ്പോൾ ആ പലപ്പോഴും പല ആളുകളും നന്നായിട്ട് എഴുതുന്ന ആളുകൾക്ക് സംസാരിക്കാൻ സാധിക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഫ്ലോ കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്കൊരു കാര്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളത് എന്ത് ചെയ്യണം? ഐഡിയ ഉണ്ടാക്കണം. ആ ഐഡിയ നമ്മൾ എഡിറ്റ് ചെയ്യണം, അതിലേക്ക് നമുക്ക് വേണ്ട വാക്കുകളെ കണ്ടെത്തിയിട്ട് അത് ഇൻസേർട്ട് ചെയ്യണം. കുറേ പ്രോസസ്സുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ കൺവെൻഷണൽ രീതികൾ അവിടെ പരാജയപ്പെടുന്നത്. ഇൻസ്റ്റഡ് നമ്മൾ ഈ ഒരു കോഡ് ബേസ്ഡ് ആകുന്ന സമയത്ത് ഡീകോഡിങ് വളരെ പെട്ടെന്ന് നടക്കും, കൺഫ്യൂഷൻസ് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഈ കോഡിലൂടെ ഇംഗ്ലീഷ് പഠിച്ച ആളുകൾക്ക് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഈ 100% റീഫണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജന്മത്തിൽ മറക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, റിസൾട്ട് ഗ്യാരണ്ടീഡാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ കൺവെൻഷണൽ രീതിയിൽ അത് കൊടുക്കാൻ പറ്റിക്കോളണമെന്നില്ല. ഞാൻ ചോദിക്കാൻ വന്നത് അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു സ്പീക്ക് ഈസിയുടെ ആദ്യ കാലത്തിലെ ഒരു വാർത്ത വായിച്ചത് ഞാനാണ്. അതിനുശേഷം ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ സ്പീക്ക് ഈസിയുടെ പ്രവർത്തനം, നല്ലതാണോ? ഇപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്, സ്പീക്ക് ഈസിയിലെ ഈ കോഡ് ടെക്നിക്കിലൂടെ അല്ലെങ്കിൽ പല
മോഡേൺ മെത്തേഡ്സിൽ കൂടെ നന്നായി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സാധിക്കും എന്ന്. പക്ഷെ ഈ നന്നായി ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന ആളിന് ഇംഗ്ലീഷ് സംസാരിക്കാനായില്ലെങ്കിൽ അവരെന്നോടും ചോദിക്കും, ക്രിസ്റ്റിന നിങ്ങളും ഇതുപോലെ വാർത്ത വായിച്ചതാണ്, നിങ്ങൾ ഇതുപോലെ ഇന്റർവ്യൂ എടുത്തതാണ്, എന്നിട്ടും സാധിച്ചില്ല. അപ്പോൾ ഇവർക്ക് തന്ന പൈസ തിരിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ചങ്കൂറ്റമുണ്ടോ സക്കീർ ഭായി? എനിക്ക് തോന്നുന്നത് കേരളത്തിൽ സ്പീക്ക് ഈസിയെ പോലെ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഈ റീഫണ്ടിൻ്റെ വിഷയം സംസാരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവില്ല. ഒരുപാട് സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 10 ദിവസം നിങ്ങൾ കോഴ്സിൽ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിലും അല്ലെങ്കിലും റീസൺ ഉണ്ടെങ്കിലും അല്ലെങ്കിലും റീഫണ്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100% കൊടുത്തിരിക്കും. നമുക്കത് കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഈ കോഴ്സിൽ വന്ന് 1-2 ക്ലാസ്സുകൾ ഈ കോഡ് വെച്ചുള്ള ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാൽ ഉറപ്പാണ് അവൻ കണ്ടിന്യൂ ചെയ്തിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് കുറച്ച് സംസാരിക്കാൻ അറിയുന്നവരുണ്ട്, നല്ല വിദ്യാഭ്യാസം അതേപോലെ പുറത്ത് എക്സ്പോഷറൊക്കെ ഉണ്ട്, കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്, വളരെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്. അവർക്ക് ചിലപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പല ലെവലിലുള്ള ആൾക്കാർ അവിടെ വരുമ്പം അവരെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? അപ്പം ചിലപ്പം ഓരോരുത്തർക്കും ഓരോ കസ്റ്റമൈസ്ഡ്, ഇപ്പം നിസാമിയുടെ കുപ്പായം എനിക്ക് ചേരില്ല, അപ്പം എനിക്ക് വേറെ മെഷർമെന്റ് എടുക്കണം. അപ്പോൾ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണോ അവിടെ കൊടുക്കുന്നത് ഓരോ വിദ്യാർത്ഥിക്കും? അതായത് പൊതുവായി ഈ ഒരു ഇംഗ്ലീഷ് ട്രെയിനിങ് മേഖലയിൽ ഈ ആളുകളുടെ ലെവൽ ചെക്ക് ചെയ്തിട്ട് അവർക്ക് വേണ്ട കസ്റ്റമൈസ്ഡ് കോഴ്സ് എന്നുള്ള പലപ്പോഴും നടക്കാറില്ല. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആളുകളെ അവരുടെ ഇംഗ്ലീഷ് ഇപ്പം പ്രസൻറ്റ് അവർ ഏത് ലെവലിൽ നിൽക്കുന്നു എന്നുള്ള കറക്റ്റ് ചെക്ക് ചെയ്യും. ഒരു ടെസ്റ്റ് നമ്മൾ നടത്തുന്നുണ്ട്. നടത്തിയിട്ട് അതിനെ നമ്മൾ ബേസിക്, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് ഇങ്ങനെ 3 ലെവലായിട്ട് കാറ്റഗറൈസ് ചെയ്ത് അതിന് പറ്റിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ചുകളുണ്ട്, ഇവിടെ സ്പെഷ്യൽ ട്രെയിനേഴ്സ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ തീരെ അറിയാത്ത ഒരാളാണ്, എഴുത്തും വായനയൊന്നും അറിയാത്ത ഒരാളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ബേസിക് കോഴ്സുകൾ നടക്കുന്നത്. ഇംഗ്ലീഷ് അറിയാം, ബേസിക് ആയിട്ടുള്ള വൊക്കാബുലറി കാര്യങ്ങൾ അറിയാം, കേട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട്, അവരാണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ബാച്ച് എടുക്കേണ്ടത്. അതേ സ്ഥാനത്ത് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് ഗ്രാമറൊന്നും വലിയ പ്രശ്നമില്ല, പക്ഷെ സംസാരിക്കുന്നുണ്ട്, അവരുടെ ഫ്ലുവൻസി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം, പ്രൊനൗൺസിയേഷൻ ഒന്ന് ഉഷാറാക്കണം, ആക്സൻ്റ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം, അതുപോലെ പബ്ലിക് സ്പീക്കിംഗ് ഇതൊക്കെ ആഗ്രഹിച്ച് വരുന്നവരാണ് സ്പീക്കീസിയുടെ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് എന്ന് പറയും, അല്ലെങ്കിൽ L3 എന്ന് പറയുന്ന ബാച്ച് എടുക്കുന്നത്. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത് കംപ്ലീറ്റ്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും തമാശയായിട്ട് പറയാറുണ്ട്, ബ്രിട്ടനിൽ പോയി കുറേ ദിവസം അലഞ്ഞു തിരിഞ്ഞ് ഇംഗ്ലീഷ് അറിയാതെ പട്ടിണി കിടന്ന അവസാനം നമ്മൾ ആ ആവശ്യത്തിന്റെ ബേസിസിൽ നമ്മൾ അറിയാതെ ചോദിച്ചു പോകും, ഗിവ് മീ സം ഫുഡ് എന്ന് ചോദിക്കും എന്ന് പറയാറുണ്ട്. അപ്പൊ അത്തരത്തിലൊരു ആവശ്യത്തോടു കൂടിയാണല്ലോ ആൾക്കാർ വരുന്നത്. അപ്പൊ ചിലരിൽ ഈ ആവശ്യം എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കേണ്ടതായിരിക്കും. അതായത് അവരൊരു കോഴ്സ് കഴിഞ്ഞു പെട്ടെന്ന് അവർക്കൊന്ന് പുറത്തു പോകേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു കോഴ്സ് കഴിഞ്ഞ് അടുത്ത കോഴ്സിലേക്ക് പോകും മുമ്പ് എൻ്റെ ഇംഗ്ലീഷ് ഒന്ന് മെച്ചപ്പെടുത്തണമെന്നുണ്ട്. അപ്പൊ ഇവർക്ക് കുറച്ചുകൂടെ വേഗത്തിൽ, അതായത് സാധാരണ നമ്മൾ ഒരാൾ പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ സ്പീഡിൽ ഇംഗ്ലീഷ് പഠിക്കാൻ, അനായാസം സംസാരിക്കാൻ അങ്ങനെ ഒരു വകുപ്പുണ്ടോ? പൊതുവെ നമുക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു എൻക്വയറിയാണിത്. അതായത് ചിലപ്പോൾ അവർക്ക് ഒരു 10 ദിവസമോ 15 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വിദേശത്ത് പോകേണ്ട ആവശ്യമുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്കൊരു സിഗ്നേച്ചർ കോഴ്സ് ഉണ്ട്, സ്പീക്കേഴ്സിയുടെ 50 ഡേ പ്രോഗ്രാമാണത്. അത് നമ്മൾ ഓൺലൈനും കൊടുക്കുന്നുണ്ട്, ഓഫ്ലൈനും കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മുടെ കേരളത്തിലുടനീളം ബ്രാഞ്ചസ് ഉണ്ട്, അവിടെ വന്നിട്ട് ഡയറക്റ്റ് അവർക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് 15 ദിവസം കൂടി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകാം. ഓൺലൈൻ ആണെങ്കിൽ അവർക്ക് ഒരു ദിവസം, നമ്മൾ സാധാരണ ക്ലാസ്സുകളാണെങ്കിൽ അവിടെ ഒരു 4 ദിവസം കൊണ്ട് പഠിക്കുന്ന വിഷയങ്ങൾ എന്ത് ചെയ്യും, ഈ 50 ഡേ പ്രോഗ്രാമിൽ അവർ ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യും. ഡെയിലി 45 മിനിറ്റ് അവർക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ ഈ 15 ദിവസത്തിൻ്റെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പിന്നെ എക്സ്ട്രാ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്പീക്കിങ്ങിന് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ടുള്ള സെഷൻസും കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്നൊരു മേഖലയാണ്, ഒരു കോഴ്സാണത്, 50 ഡേ കോഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ പ്രവാസികൾ, അവരെ നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആണ്, ആർക്കിടെക്റ്റ് കൂടെയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയാറുണ്ട്, ഞാൻ നല്ല ഡിസൈൻസ് വരയ്ക്കും. അപ്പോൾ എൻ്റെ ഡിസൈൻസ്, ആൾ വർക്ക് ചെയ്യുന്ന പുറത്താണ്, എൻ്റെ കമ്പനി മേധാവിക്ക് ഇഷ്ടമാണ്, ആൾ സായിപ്പാണ്, ഇദ്ദേഹം പറയുന്ന ഇംഗ്ലീഷ് പുള്ളിക്ക് മനസ്സിലാവില്ല, പുള്ളി പറയുന്ന ഇംഗ്ലീഷ് അദ്ദേഹത്തിന് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ആശയവിനിമയത്തിൽ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, എൻ്റെ മനോഹരമായ ഈ ഡ്രോയിങ്ങിനൊപ്പം എനിക്ക് ഇംഗ്ലീഷ് കൂടി പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് 1-2 പ്രൊമോഷൻ ഒരു 6 months മുൻപേ കിട്ടിയേനെ. അപ്പോൾ ഇത്തരത്തിൽ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അതിപ്പോൾ ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ പോലും വരുന്ന കസ്റ്റമറെ വളരെ കൃത്യമായി ഡീൽ ചെയ്യണമെങ്കിൽ നല്ല ഭാഷാ പ്രയോഗം വേണം. അപ്പോൾ പ്രവാസികൾക്കായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ? ഈ നിങ്ങൾ പറഞ്ഞ ഈ പെയിൻ നമുക്ക് നന്നായിട്ട് കേൾക്കുന്ന സംഭവമാണത്. കാരണം ഇംഗ്ലീഷ് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കരിയറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ അത് ഇംഗ്ലീഷ് ഇല്ലാത്തതുകൊണ്ട് നഷ്ടപ്പെട്ട ഒരുപാട് കഥകൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സ്പീക്കേഴ്സിലുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് വരുന്ന എനിക്ക് തോന്നുന്നു 50% സ്റ്റുഡൻസും പ്രവാസികളാണ്.
അപ്പോൾ അവർക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കംഫോർട്ടിനെ പരിഗണിച്ചുകൊണ്ട് 24 hours അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രെയിനർ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പീക്കേഴ്സിയുടെ മൊബൈൽ ആപ്പിലൂടെയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഏത് സമയത്തും അവർ ഫ്രീ ആകുന്ന ഏത് സമയത്തും ജോബൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് കാണാനും അവർ ഫ്രീ ആവുന്ന സമയത്ത് ട്രെയിനേഴ്സുമായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിസ്റ്റം സ്പീക്കേഴ്സിലുണ്ട്. അതുകൊണ്ട് പ്രവാസികളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സമയമില്ല സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും എന്ത് ചെയ്യരുത്, ഇംഗ്ലീഷ് പഠിക്കാതിരിക്കരുത്, നിങ്ങളുടെ ഭാവി നശിപ്പിക്കരുത്. യു ഹാവ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഹിയർ അറ്റ് സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് അക്കാദമി. അപ്പൊ ഈ സമയവും സൗകര്യവും അല്ലാതെ ഒരു ഫാക്ടർ കൂടെ ഉണ്ട്. നമ്മൾ ഈ അച്ചുവിന്റെ അമ്മ സിനിമയിൽ ഉർവശിയും മീര ജാസ്മിനും കൂടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ കടുകുവറയിലൊക്കെ നിൽക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ തീരുമാനമെടുത്തു, നാളെ മുതൽ നമ്മൾ ഈ ഹോസ്റ്റലിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ. പിറ്റേ ദിവസം തൊട്ട് ഞങ്ങളുടെ ഹോസ്റ്റലിൽ സൈലന്റ് ആണ്, കാരണം ആർക്കും ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ഇത് ഞാൻ അച്ചുവിന്റെ അമ്മ പറയാൻ കാര്യം, പ്രായമായ ചില ആൾക്കാർ വിചാരിക്കുന്നു എനിക്ക് പ്രായമായി, ഇനിയിപ്പോൾ എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ല, എൻ്റെ ബ്രെയിൻ ഇനിയും പുതിയ കാര്യങ്ങളൊന്നും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരെ കുറിച്ച് ഈ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് ഒരു പ്രായമുണ്ടോ, അതോ ഏത് പ്രായക്കാർക്കും ഇംഗ്ലീഷ് പഠിക്കാമോ? ഇംഗ്ലീഷ് പഠിക്കുന്നതിന് പ്രായം, അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ എന്നാലും ചില ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞ മാതിരിയുള്ള ഈ കോംപ്ലക്സ് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഈ VIP പാക്കേജ്, പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്കൊക്കെ വേണ്ടിയിട്ട്, സെലിബ്രിറ്റീസിന് വേണ്ടിയിട്ട്, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസ് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാകുമ്പോൾ സ്പീക്കേഴ്സിൽ നിന്നായിരിക്കും. ഞാൻ അവരുടെ പേര് വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു VIP പാക്കേജും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അവരുടെ സൗകര്യമൊക്കെ അനുസരിച്ച്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റിക്കോളൊന്നുമില്ല. അപ്പോൾ അതും കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പാക്കേജാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഈ പ്രായം, എഡ്യൂക്കേഷൻ ഇതൊന്നും പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് അക്കാദമി നിങ്ങൾക്ക് എല്ലാ നിലക്കുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നിങ്ങൾ ഏത് സമയത്താണോ ഫ്രീ ആകുന്നത് ആ സമയത്ത് നിന്ന് വന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷിൽ നല്ലൊരു അടിപൊളി പുലിയാവാനുള്ള ഒരു ഓപ്ഷൻ. ഈ പ്രായമായവരടക്കം അല്ലെങ്കിൽ ചെറുപ്പക്കാരടക്കം ഇംഗ്ലീഷ് പലപ്പോഴും സംസാരിക്കാൻ പറ്റാത്തതിന്റെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം, അങ്ങനെ ഒരു സ്ഥാപനത്തിൽ പോകണം, അല്ലെങ്കിൽ ഓൺലൈനിലൂടെ പഠിക്കണം, ഇതൊക്കെ വിചാരിക്കും എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എവിടെയോ ഒരു ഇമോഷണൽ ബ്ലോക്കാണ്. കാരണം ഞാൻ പറഞ്ഞാൽ തെറ്റുമോ, തെറ്റിയാൽ ആൾക്കാർ എന്നെ കളിയാക്കുമോ, കളിയാക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞ് തെറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ അതിനെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഈ ഒരു ഇമോഷണൽ ബാരിയർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ബാരിയർ, അത് നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യണം? ആ ബ്രേക്ക് ചെയ്താലല്ലേ നമുക്ക് സ്പീക്കേഴ്സിലേക്ക് വരാൻ പറ്റൂ. അതിൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോകത്ത് ഏത് വിഷയവും നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേടിക്കുന്ന വിഷയങ്ങൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അതിന് പരിഹാരം. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത്ര വലിയൊരു ടെൻഷൻ അടിക്കേണ്ട വിഷയമൊന്നുമല്ല. ജസ്റ്റ് ഒരു 4-5 ദിവസം നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഓൺലൈൻ ഓഫ്ലൈൻ നമുക്കിപ്പോൾ പലതരത്തിൽ, ഇപ്പോൾ ഷോപ്പിംഗ് ആണെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട്, ഓഫ്ലൈൻ ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഒരു ജോലി ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒന്ന് പഠിക്കുന്ന വ്യക്തി, മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ആ സമയപരിമിതി ഉണ്ടാവും. അപ്പോൾ ആ ആളിന് ഒരു ഓൺലൈൻ കോഴ്സ് ആയിരിക്കും ആ ആള് പ്രിഫർ ചെയ്യുന്നത്. ചിലർക്ക് ചില ദിവസങ്ങളിൽ വരാൻ പറ്റും, ചില ദിവസങ്ങളിൽ ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങളുള്ള ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പെസിഫൈഡ് ആയിട്ട് കോഴ്സസ് ഉണ്ടോ? എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഒരേ സമയം ഓൺലൈൻ കോഴ്സും ഓഫ്ലൈൻ കോഴ്സും രണ്ടും ഒരേ രീതിയിൽ അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. ഇപ്പം സ്പീക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുടനീളം നമുക്ക് എന്തുണ്ട്, ഓഫ്ലൈൻ ബ്രാഞ്ചുകളുണ്ട്. അതേമാതിരി ഓൺലൈനായിട്ട് വളരെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മളുടെ ഓരോ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഓൺലൈൻ ക്ലാസ്സുകൾ കംപ്ലീറ്റ് വാട്സപ്പിലൂടെ ആയിരിക്കും അവർ കൊടുക്കുക. വാട്സപ്പിലൂടെ ഓഡിയോ ക്ലാസ് ആയിരിക്കും അയക്കുന്നുണ്ടാവുക. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓഡിയോ ക്ലാസ് ആകുമ്പോൾ തന്നെ നമ്മൾ 1-2 ദിവസം കേൾക്കും. പിന്നെ ആ ഒരു അടച്ച ഫീസിൻ്റെ പെയിൻ പോയി കഴിഞ്ഞാൽ അതോടെ ഇട്ട് നമ്മൾ പോകുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് മൊബൈൽ ആപ്പിലൂടെ നല്ല HD വീഡിയോ ക്ലാസ്സുകളായിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു റിയൽ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന സെയിം ഫീലിങ്ങോട് കൂടി അവർക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏത് രൂപത്തിലും, ഓൺലൈൻ ആണെങ്കിലും അങ്ങനെ, ഓഫ്ലൈൻ ആണെങ്കിലും അങ്ങനെ, 2 രൂപത്തിലുള്ളൊരു ഓപ്ഷൻ സ്പീക്കേഴ്സിലുണ്ട്. നമ്മൾ ഈ പറയുന്ന കോഡുകൾ, ടെക്നിക്കുകൾ, അവിടുത്തെ ക്ലാസ്സുകൾ, അതിനപ്പുറമായിട്ട് തിരികെ വീട്ടിലെത്തുമ്പോൾ ഇവർക്കൊരു പ്രാക്ടീസ് വേണമല്ലോ, അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഇത് പറഞ്ഞ് പഠിക്കണമല്ലോ. അപ്പൊ ഇതിനപ്പുറമായിട്ട് ഏത് രീതിയിലാണ് ഇംഗ്ലീഷ് പറഞ്ഞ് പരിശീലിക്കാൻ ആ രീതിയിൽ ഒരു ട്രെയിനിങ് കൊടുക്കാറുണ്ട്? അതായത് സ്പീക്കേഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിപ്പം ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ട്രെയിനേഴ്സ് സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരിക്കും. ഒരു ട്രെയിനർ അവരുടെ കൂടെ, ഒരു ഫ്രണ്ടിനെ പോലെ നിൽക്കുന്ന ട്രെയിനർ ഉണ്ടായിരിക്കും. ഏത് സമയത്തും അവർക്ക് ട്രെയിനർ വിളിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവരെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസ് നല്ലൊരു ഓപ്ഷനാണ് അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. പിന്നെ സ്പീക്കേഴ്സിയുടെ ബ്രാഞ്ചുകളിൽ വന്നിട്ട് ഞങ്ങളൊരു ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ആ ഒരു ഫ്ലുവൻസി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അല്ലേ? കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നോളജ് അല്ല, സ്കില്ലാണ്. സ്കില്ലുകൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് പറയുന്ന പ്രോഗ്രാം നടത്തുന്നുണ്ട്. എല്ലാ ആഴ്ചയും ഒരു ദിവസം ബ്രാഞ്ചുകളിൽ വന്നിട്ട് എന്ത് ചെയ്യാം, അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണത്. ഇപ്പോൾ സ്ഥിരമായിട്ട് എനിക്ക് തോന്നുന്നു 4-5 വർഷമായിട്ട് സ്ഥിരമായിട്ട് ക്ലബ്ബുകൾ പങ്കെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പല ബിസിനസ്സുകളും നമുക്കറിയാം 10 വർഷം എന്ന് പറയാൻ ഒരു ഡെക്കേഡ് എന്ന് പറയുന്നത് ഒരു വലിയ കാലഘട്ടമാണ്. 15 വർഷം, 18 വർഷം. 18 വർഷമായിട്ട് ഈ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആ ഒരു ബിസിനസ് നമുക്ക് പറയാൻ പറ്റത്തില്ല, ആ ഒരു കലയിലേക്ക് വന്നിരിക്കുകയാണ്. അത് ശരിക്കും ഒരു ആർട്ട് ഫോമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തു, ഒരു ആർട്ട് ഫോമായിട്ട് തന്നെ കുട്ടികളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഈ 18 വർഷത്തെ ഒരു തിരിഞ്ഞുനോട്ടം നടത്തിയാൽ എങ്ങനെയായിരുന്നു തുടക്കം മുതലുള്ള ഒരു ഗ്രോത്ത് പാത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ എക്സ്പീരിയൻസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇംഗ്ലീഷ് ഈ ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് വന്നിട്ടുള്ളത് സാധാരണ ഇംഗ്ലീഷ് പഠിതാക്കളുടെ ഏറ്റവും വലിയ പെയിൻ മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എനിക്ക് തുടക്കത്തിൽ തന്നെ കൊണ്ടുവരാൻ പറ്റിയത് കൊണ്ട് ഭയങ്കര ആക്സെപ്റ്റൻസ് ആണ്. കാരണം എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻ്റ് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതോടുകൂടി ഞാൻ കോൺഫിഡൻ്റ് ആണ് ഈ ഒരു തിയറിയിലൂടെ, ഈ ഒരു മെത്തേഡിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള വിഷയത്തിലും. അതുകൊണ്ട് തന്നെ ഈ ഒരു 18 വർഷത്തിനുള്ളിൽ ഒരുപാട് ട്രെയിനേഴ്സിനെയും ഒരുപാട് സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ റൺ ചെയ്യുന്ന ഒരുപാട് ആളുകളെയും ശ്രദ്ധിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സ്പീക്കീസിലേക്ക് വരുന്നവരിൽ ഒരു 50% മുമ്പ് പല രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരായിരിക്കും. അപ്പോൾ അവരെന്താ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു അവസാന അത്താണി, ഇതൊരു കോഡ് ബേസ്ഡ് മെത്തേഡാണ്, ഇനി ഇതും കൂടി നോക്കിയിട്ട് നമുക്ക് തൽക്കാലം പുസ്തകം പൂട്ടി വെക്കാം എന്നുള്ള രീതിയിലാണ് അവർ വരുന്നുണ്ടാവുക. അപ്പോൾ അവർ വന്നു, പിന്നെ നമ്മൾ 10 ദിവസം റീഫണ്ടും കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഭയങ്കര ധൈര്യമാണ് അവർക്ക്. വന്ന് ഇതിലൂടെ പഠിച്ച് ശരിക്കും ഇംഗ്ലീഷ് കിട്ടുന്ന സമയത്ത് മറ്റുള്ള വിഷയത്തിനെ മാതിരിയല്ല, അവർ ലൈഫാണ് ശരിക്കും തിരിച്ചു പിടിക്കുന്നത്. അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്. ഇതിപ്പോൾ നമ്മളൊരു ഫാക്ടറിയിലോ അല്ലെങ്കിൽ ഒരു പ്ലാന്റിലോ ഒരു ഇൻഡസ്ട്രിയിലോ ഒക്കെ പോവുകയാണെങ്കിൽ അവിടെ എല്ലാം ജീവനില്ലാത്ത റോ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ നമ്മളുടെ കൈകാര്യം ചെയ്യുന്നതിലെ പിഴവ് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർക്ക് തിരിഞ്ഞു നമ്മളോടൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ജീവനുള്ള റോ മെറ്റീരിയൽസ് ആണ്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അവരുടെ ലൈഫിനെയാണ് മോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6 ലക്ഷത്തോളം പേരവിടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ അഡ്മിഷനിൽ 6000 പേരോളം വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ അത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ ഈ സ്പീക്കീസിയുടെ ഒരു മാപ്പ് ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു ആവറേജ് ഒരു 6000-7000 സ്റ്റുഡൻസിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് മന്ത്ലി ആയിട്ടോ. അത് മന്ത്ലി 6000 സ്റ്റുഡൻറ്റ് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കൗണ്ട് തന്നെയാണ്. അതെ, എനിക്ക് തോന്നുന്നത് 2-3 മാസം കൊണ്ട് 10,000-ലേക്ക് എത്തിയിരിക്കും അത്. അപ്പോൾ സ്പീക്കീസിയുടെ ഒരു ഗ്രോത്ത് മാപ്പ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 6 ലക്ഷം പേരിൽ അല്ലെങ്കിൽ ഈ ജോയിൻ ചെയ്യുന്ന 6000 പേരിൽ ഇവരിൽ ഒക്കെ പറയാൻ പറ്റുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചില സ്റ്റുഡൻസ് വന്നിട്ട് നമ്മളോട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നത് സാധിച്ചു, അല്ലെങ്കിൽ എൻ്റെ കരിയറിൽ എനിക്ക് ഇന്ന പ്രൊമോഷൻ സാധ്യമായത് ഇതുകൊണ്ടാണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ഏതെങ്കിലും അവസരമുണ്ട്? ഏതെങ്കിലും എന്നല്ല, ഒരുപാട് കാണും. അതിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഏതാ? അതിൽ 1-2 ആയിരക്കണക്കിന് എക്സ്പീരിയൻസ് ആണ് നമുക്കുള്ളത്. പ്രത്യേകിച്ച് ഓൺലൈനൊക്കെ നമ്മൾ ഓരോ മാസം കൂടുന്ന സമയത്ത് കുട്ടികളുടെ ഈ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്തിട്ട് ഒരു 100, 150, 200 ഫീഡ്ബാക്കുകൾ ഒരുമിച്ച് കളക്ട് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്. അതിലൊരുപാട് നമ്മളെ കണ്ണുകൾ നനയിക്കുന്ന ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസുകളുണ്ട്. ഇവിടെ എനിക്കത് മൊത്തത്തിൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. കാരണം എന്നാലും ഏറ്റവും സ്വാധീനിച്ച അല്ലെങ്കിൽ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, നമ്മൾ സാധാരണ ഈ പറയുന്നത് പോലെ നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത ഒരു മേഖലയിൽ നിന്ന്, അല്ലെ ഒരു സാധാരണക്കാരിയായ ഒരു വ്യക്തി വന്നിട്ട് ആ വ്യക്തിയുടെ ഈ ലൈഫിൽ ഒരു ഇംഗ്ലീഷ് പഠിച്ച് വളരെ പാവപ്പെട്ട ഫാമിലിയിൽ നിന്നൊക്കെ വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അവർക്ക് ചിലപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊന്നും പഠിച്ച് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അവർ 10-15 ദിവസം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിച്ച് ലൈഫിൽ ഒരുപാട് നല്ല അടിപൊളി കരിയറിലേക്ക് എത്തിയിട്ട് ലൈഫ് കഴിച്ചിലായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെല്ലാം എൻ്റെ പ്രീഷ്യസ് ആണ്. ആ അനുഭവങ്ങളൊക്കെ പ്രീഷ്യസ് ആണ്. അതാണ് ശരിക്കും ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഡ്രൈവിംഗ് ഫോഴ്സ്, ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയും. ടെക്നോളജി ഡേ ടു ഡേ ഇങ്ങനെ ഡേ ടു ഡേ എന്നല്ല, മിനിറ്റ് ടു മിനിറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് AI കാലത്തേക്കാണ്. അപ്പോൾ AI അതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷനിൽ എത്തി നിൽക്കുന്നു. ഇനി അതൊരു സൂപ്പർ AIയിലേക്ക് പോകും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ AI എല്ലാ കാര്യവുമായിട്ടും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ടീച്ചിങ് ആണെങ്കിലും മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും. നമ്മുടെ ഈ സ്പീക്ക് ഈസി എന്ന് പറയുന്ന ആ ഒരു ആശയവുമായി ബന്ധപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ വെർച്വൽ റിയാലിറ്റി, ഇതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻസ് ഓറിയന്റഡ് ആയിട്ട് വിദ്യാർത്ഥികളെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ AI-യുടെയും VR-ന്റെയും ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ? ഈ വേൾഡിൽ ആദ്യമായിട്ട് ഈ AI VR
ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത് സ്പീക്സ് ഇംഗ്ലീഷ് അക്കാദമിയാണ്. നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്ത് ഇപ്പോൾ അത് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഭാഷാ പരിശീലനത്തിൽ നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ഏത് ഈ AI VR എന്നുള്ളത്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു രീതിയിൽ പ്രാക്ടീസിനുള്ളൊരു അവസരം നമുക്കിത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു എയർപോർട്ടിൽ പോയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പ്രാക്ടീസ് നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഈ VR-ൻ്റെ സപ്പോർട്ടൊക്കെ നമുക്കുണ്ടെങ്കിൽ റിയലി നമ്മളൊരു എയർപോർട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു ഫീലിങ്ങും ആ ഒരു എക്സ്പീരിയൻസും നമുക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭാഷാ പഠനം എന്നുള്ളത് കുറച്ചും കൂടി പവർഫുൾ ആയിരിക്കും. അത് നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് നടക്കുന്നുണ്ട്. എല്ലാ ബ്രാഞ്ചുകളിലും നമുക്ക് അതിനുള്ള അവസരമുണ്ട്. അവർക്ക് വരാം, ഇത് വെച്ചിട്ട് നന്നായിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി കുട്ടികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയും കതിരിന്മേ കൊണ്ട് വളം വെക്കരുതെന്ന് പറയും. അപ്പോൾ കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ കൃത്യമായ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടി വളരെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പോകുന്ന കുട്ടികളുണ്ടല്ലോ, മലയാളം മീഡിയത്തിൽ, ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങളുടെ കാലത്തൊക്കെ ആൾക്കാർ പറയും മലയാളം മീഡിയത്തിൽ വിട്ട് കഴിഞ്ഞാൽ ഈ കൊച്ചു ഒരു കാലത്തും ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റി. അത് ഈ പറയുന്ന പോലെ ആ ചെറുപ്പം മുതൽ തന്നെ ഉണ്ടായ ഒരു ശീലമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്? പ്രത്യേകിച്ച് ഈ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവർക്ക് ചിലപ്പോൾ ഒരു ആശങ്ക കാണും, ഞങ്ങൾ മലയാളം മീഡിയത്തിലാണ് പഠിക്കുന്നത്, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ഒക്കെ ചെല്ലുമ്പോൾ അവരുടെ മീഡിയം മാറും. മീഡിയം മാറിക്കഴിയുമ്പോൾ പല കുട്ടികൾക്കും അതൊരു വലിയ ബ്ലോക്ക് ആയിരിക്കും. ടീച്ചർ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതിൽ മറികടക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കുള്ള ട്രെയിനിങ് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അവർക്ക് ഈ സ്പീക്കീസിയുടെ 20 കോഡ് വെച്ചിട്ടുള്ള ഈ ഒരു ട്രെയിനിങ് കൊടുക്കലായിരിക്കും. കാരണം സ്കൂൾ സിസ്റ്റത്തിൽ കുട്ടികൾക്ക് കോൺഫിഡൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ ഗ്രാമറും പാസ്റ്റും പ്രസൻറ്റും V1 V2 V3 പഠിച്ചിട്ട് ടൈം മൊത്തം വേസ്റ്റ് ആക്കണം. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു 60 മണിക്കൂർ, ഏറ്റവും മിനിമം 60 മണിക്കൂർ, പിന്നെ പ്രാക്ടീസ് വേണം. അത് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ആ ഒരു ഭാഷയിലുള്ള കോൺഫിഡൻസ് അടിപൊളിയായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ജൂനിയർ കോഴ്സുകളൊക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വെക്കേഷനിലൊക്കെ ഒരുപാട് കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികളാണ് ആ കോഴ്സൊക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പം എൻ്റെ പല ഫ്രണ്ട്സും അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്, അവർക്ക് വിദേശത്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ വിദേശത്തൊരു പഠനം സാധ്യമാകണമെങ്കിൽ അവർക്ക് പല പരിശീലനം ടെസ്റ്റുകൾ പാസ്സായെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതിൽ IELTS ഉണ്ട്, OET ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾക്ക് അതിൻ്റേതായ സ്വഭാവമുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം. പക്ഷെ അതിലുപരിയായിട്ട് അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്, അതിൻ്റേതായ മാനദണ്ഡങ്ങളുണ്ട്. കേട്ട് മനസ്സിലാക്കണം, അതേപോലെ തന്നെ ചോദ്യങ്ങൾ വായിച്ച് അതിൻ്റെ ഉത്തരം എഴുതണം. അപ്പോൾ ഈ പറയുന്ന കോഡ് ടെക്നിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ടെക്നിക്ക് ഇതിനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? അല്ല, ആദ്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS ആൻഡ് OET-യിൽ ഇന്ന് കേരളത്തിലെ കുട്ടികളുടെ സക്സസ് റേറ്റ് അല്ലെങ്കിൽ അവർ വേണ്ടത്ര ബാൻഡ് സ്കോർ കിട്ടുന്നത് വളരെ കുറവാണ്. ഒരുപാട് തവണ എഴുതിയിട്ടാണ് പലപ്പോഴും അവർക്ക് വേണ്ടത്ര റിസൾട്ടിലേക്ക് അവരെത്തുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IELTS ആൻഡ് OET-യിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. ചിലപ്പം പല സ്ഥലത്തും ക്ലാസ്സുകൾ എടുക്കുന്നത് ചിലപ്പോൾ ഈ ഒരു എക്സാം ജസ്റ്റ് ഒന്ന് പാസ്സായവരായിരിക്കും. അവർക്കൊരിക്കലും മറ്റൊരാളുടെ മിസ്റ്റേക്കുകൾ എന്താണെന്നുള്ളത് കണ്ടെത്താൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പീക്കീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലാപ്പ് സീക്രട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ലാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ദിവസവും ഈ TESOL സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ ലൈവ് ക്ലാസ്സസ് എല്ലാ ദിവസവും കൊടുക്കും. അപ്പോൾ അതിലൂടെ അവർക്ക് ശരിക്കും ആ വിഷയത്തിനെ കുറിച്ചുള്ള ഡെപ്ത് നോളജ് അതിലൂടെ കിട്ടും. രണ്ടാമത്തത് സ്പീക്കീസിയുടെ മൊബൈൽ ആപ്പിലൂടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അഡീഷണൽ ആയിട്ട് അവർക്ക് ക്ലാസ്സുകൾ ആപ്പിലൂടെയും കിട്ടും, ക്ലാസ്സുകളും കിട്ടും, വേണ്ട സ്റ്റഡി മെറ്റീരിയൽ അവിടെ അവൈലബിൾ ആണ്. അഡീഷണലി മൂന്നാമത്തത് പി മീൻസ് ഒരു പേഴ്സണൽ ട്രെയിനറും അവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് വരുന്ന മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ടായിരിക്കും. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ ഒരു പേഴ്സണൽ ട്രെയിനർ മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ ഒരു ആപ്പിൻ്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു നല്ലൊരു മാസ്റ്റർ ട്രെയിനേഴ്സിൻ്റെ സപ്പോർട്ടോ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ട്രെയിനറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവരത്ര എലിജിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇയാളുടെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ലാപ്പ് സീക്രട്ടാണ് ഞങ്ങൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് SPC. ഇംഗ്ലീഷ് പരിശീലന രംഗത്ത് ഇത്രയും കോൺഫിഡൻസോടുകൂടി റീഫണ്ട് കൊടുക്കുമെന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. എങ്ങനെ സാധിക്കുന്നു ഇത്? ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്തേഡ് തന്നെയാണ്. പല സ്ഥാപനങ്ങൾക്കും ഇത് കൊടുക്കാൻ സാധിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് സ്ട്രാറ്റജി ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉറപ്പാണ് ഈ കോഡ് ബേസ്ഡ് മെത്തേഡിലൂടെ ഒരാൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഈസ് ഗ്യാരണ്ടീഡ്. അതുകൊണ്ട് ധൈര്യത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാനൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരു കുട്ടി 29 വയസ്സാണ്. കാനഡയിൽ പോകാൻ പഠനത്തിനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുകയാണ്.
10 വയസ്സ് വരെ വിദേശത്ത് കഴിഞ്ഞ കുട്ടിയാണ്. നല്ല വൃത്തിയായിട്ട് ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കുകയും ഇംഗ്ലീഷിൽ അത്യാവശ്യം നന്നായി സംസാരിക്കുകയും ചെയ്തു. 2 തവണ IELTS ട്രൈ ചെയ്തിട്ടും ഇദ്ദേഹത്തിന് 6.5ക്ക് മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു ചിലപ്പോൾ അത്രയും ശേഷിയില്ലാത്ത ആൾക്കാർ 7ഉം 7.5 ഒക്കെ സ്കോർ വാങ്ങിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇത്രയും ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ള ഒരാൾക്ക് എന്തായിരിക്കും പാളിച്ച സംഭവിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ? അതിൽ ആദ്യത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് റേറ്റ് ഉള്ള ഒരു സ്ഥാപനത്തിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അവിടെ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 2ഓ 3ഓ പ്രാവശ്യത്തിന് വേണ്ടി ട്രൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കേസിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ടാവാതായിരിക്കും. കാരണം ഓൾറെഡി ബേസിക് കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം IELTS ആൻഡ് OET പാസ്സാവുക എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നുമല്ല, നല്ല ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സ്പീക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നത് ആദ്യത്തെ 3 ദിവസം സ്പീക്കേഴ്സിൻ്റെ ക്ലാസ്സുകളും നോക്കാനുള്ള അവസരമുണ്ട്. അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ IELTSൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, IELTS ആൻഡ് OETയിലും 100% റീഫണ്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു സിസ്റ്റം ഉണ്ട്, ഇവിടെ സിസ്റ്റം ഉണ്ട്, ഒരു ട്രെയിനിങ് സ്ട്രാറ്റജി ഉണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിഷയത്തിൽ ഒരു സംശയമില്ല. ഇപ്പൊ പലയിടങ്ങളിലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന തീവ്രമായ ആഗ്രഹത്തോടുകൂടെ എന്നാൽ എന്നെ കൊണ്ട് അത് പറ്റില്ല എന്ന് സ്വയം പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ പറയാം, അല്ല, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. എൻ്റെ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ PG കഴിഞ്ഞ് BEd കഴിഞ്ഞിട്ട് കേരളത്തിന് പുറത്ത് പഠിപ്പിക്കാൻ പോകുമ്പം എനിക്ക് ശരിക്കും ഒരു സെന്റൻസ് കൃത്യമായി പറയാൻ അറിയില്ല. പക്ഷേ എങ്ങനെയും എനിക്ക് സംസാരിക്കണം എന്നുള്ള ഒരു ആവശ്യത്തിൽ നിന്നാണ് ഞാനത് സംസാരിച്ചു തുടങ്ങിയത്. എനിക്കറിയാം, ആദ്യമേ ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള അത്രയും വാചകങ്ങൾ മാത്രം കൃത്യമായിട്ടൊരു ക്ലാസ്സിൽ പോയി പഠിപ്പിച്ചിട്ട് ഇറങ്ങി വന്ന് ഞാൻ തന്നെ കരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ സീനിയർ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് എങ്ങനെ സാധിക്കും ഇംഗ്ലീഷ് വരാൻ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇതിലും മോശമായിരുന്നു, അപ്പോൾ പറ്റും എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കും ഈ പറയുന്നത് പോലെ അതിൻ്റെ ഒരു വേദന അറിയാം. അപ്പോൾ ഇതേപോലെ വേദന അനുഭവിക്കുന്ന ഒരുപാട് പേര് അല്ലെങ്കിൽ പറയണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. ഒരു 2 പതിറ്റാണ്ടോളം കാലം ഈ ഒരു ഫീൽഡിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് എന്താ പറയാനുള്ളത്? അതായത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ, നിങ്ങൾ പറഞ്ഞ ഈ അനുഭവമുള്ള ഒരുപാട് ആളുകളുണ്ട്, ക്യാഷും ടൈമും വേസ്റ്റ് ആക്കുന്ന ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന വിഷയങ്ങൾ അതേ രൂപത്തിൽ ചെയ്തിട്ട് നമുക്ക് മറ്റൊരു റിസൾട്ട് കിട്ടണമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അപ്പം നിങ്ങൾ പഠിക്കുന്ന രീതി ഈ ഒരു ഗ്രാമർ നിയമങ്ങൾ മനഃപ്പാഠമാക്കി പഠിക്കുന്ന രീതിയാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മറിച്ച് നമ്മൾ പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, കാരണം ഒരു ഭാഷയാണല്ലോ പഠിക്കുന്നത്, പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇതേ രൂപത്തിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ അതിൻ്റെ ലോജിക്കും കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അത് സ്പീക്കേഴ്സിയുടെ മെത്തേഡ് ആകാം, ഇതുപോലുള്ള പല മെത്തേഡുകളുണ്ടായിരിക്കും, ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് വളരെ ഈസി പ്രോസസ്സാണ്. നമ്മൾ ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും പരീക്ഷയൊക്കെയാണ് ഒരു വിജയത്തിൻ്റെ അളവുകോലായിട്ട് എടുക്കുന്നത്. നമ്മുടെ വാല്യൂ പ്ലസിൽ വരുന്ന എല്ലാ ഗസ്റ്റുകളോടും നമ്മൾ ചോദിക്കുന്ന സിഗ്നേച്ചർ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു യു ഡിഫൈൻ സക്സസ് എന്നുള്ളത്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് ട്രെയിനറാണ്, ഒരു ലൈഫ് കോച്ച് എന്നും കൂടെ പറയാം. കാരണം പല ബാരിയറും ബ്രേക്ക് ചെയ്തിട്ടാണല്ലോ ആൾക്കാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിസാമി സക്സസിനെ കാണുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഈ വിജയത്തിലേക്കുള്ള വലിയൊരു ബ്രിഡ്ജാണത്. ഓക്കെ, ഒരുപാട് ആളുകളുടെ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, പലതും ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുമ്പിൽ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഷ അവരിലേക്ക് എത്തിച്ച് അവർ ജീവിതത്തിൽ അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പിടിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിജയത്തിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് കാണുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾക്ക് അതുപോലെ ചിറക് കൊടുക്കുക. ഒരുപാട് പേർക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.